അപ്പോൾ നമുക്ക് കെൻ്റെ വാല്യൂ n π/l എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഉണ്ട് L/2ൻ്റെ u2 ഓഫ് L/2 ഉണ്ട്, u2 ഓഫ് -L/2 u2 ഓഫ് L/2. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെയും ഡിൻ്റെയും വാല്യൂസ് ഒരു റിലേഷൻ കിട്ടും. ആ ഒരു റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ c × e⁻ik/L/2ൽ കെക്ക് n π/l കൊടുക്കാം. അതുപോലെ തന്നെ -ik/L/2ലും കെക്ക് n π/l കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് l ക്യാൻസലായി പോവും. പിന്നെ അവിടെ in/2 ഉണ്ടാവും, d × e⁻−in/2 ഉണ്ടാവും. ഇവിടെ നമ്മൾ e⁻−in/2 ഉണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് c + d × e⁻−in/π എന്ന് കിട്ടും. ആൻഡ് c is equal to -e⁻−in/π × d ആണ് വരിക. e⁻−in/π നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? e⁻−in/π നമുക്ക് -1n+1 × d എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. -in+1 × d എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് e⁻in/πൻ്റെ സൊല്യൂഷനാണ്. -1in എന്നും -1in+1 എന്നും വരുന്ന അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ e⁻−in/π × d നെ നമുക്ക് -1n+1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ c = n ഓഡ് ആവുന്ന സമയത്ത് c will be equal to d and when n is even c will be equal to -d. അപ്പോൾ ഈ ഒരു സിയും ഡിയും തമ്മിലുള്ള റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ആ കെൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. n ഈവൻ ആവുന്ന സമയത്ത് c is equal to -d, n ഓഡ് ആവുന്ന സമയത്ത് c = d. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ എടുക്കാം. അതായത് u2 of x is equal to c e⁻−ikx + d e⁻ikx. അതിൽ നമ്മൾ കെക്ക് n π/l എന്ന വാല്യൂ കൊടുക്കുക. ഡിക്ക് പകരം നമ്മൾ സി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഡിക്ക് സി അല്ല, സിക്ക് പകരം ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് n ഈവൻ ആവുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷനിൽ ഡിക്ക് പകരം സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം n ഓഡ് ആവുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. n ഓഡ് ആവുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വരും? c e⁻−ikx. ഇവിടെ n ഓഡ് ആകുമ്പോൾ c = d ആണ്. അപ്പോൾ നമുക്ക് ഡിക്ക് പകരം c എന്ന് തന്നെ കൊടുക്കാം. e⁻ikx വരും. കെൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം in/πx/l എന്ന് വരും. ഈ രണ്ടിലും c ഉണ്ട്, അത് നമ്മൾ പുറത്തേക്ക് എടുക്കാം. പിന്നെ e⁻iθ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഇപ്പോൾ cos θ - i sin θ വരും, പ്ലസ് cos θ + i sin θയും വരും. ഇതിൽ -i sin nπx/l ഉണ്ട്, പ്ലസ് i sin nπx/l ഉണ്ട്. അത് രണ്ടും ക്യാൻസലായിട്ട് പോകും. പിന്നെ ബാക്കി അവിടെ ഉണ്ടാവുക cos nπx/l cos nπx/l ഉണ്ട്. അപ്പോൾ നമുക്കതിന് 2c cos nπx/l എന്ന് എഴുതാം. ഇതേപോലെ തന്നെ നമുക്ക് n ഈവൻ ആവുന്ന സമയത്ത് d എന്ന് പറയുന്നത് -c ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? u2 of x is equal to -2ic sin nπx/l എന്ന് കിട്ടും. നമുക്കതിനെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. un of x is equal to 2c cos nπ/l into x where n equal to 1, 3, 5 etc. and un of x is equal to -2ic sin nπ/l into x where n equal to 2, 4, 6 etc. ഇനി നമുക്ക് സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം.
സീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനാണ് കൺസിഡർ ചെയ്യുന്നത്. നോർമലൈസേഷൻ കണ്ടീഷൻ ഈസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ -∞ ടു പ്ലസ് ഇൻഫിനിറ്റി un of x mod of un of x സ്ക്വയർ dx ആണ്. അത് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു -L/2 ടു +L/2 un of x സ്ക്വയർ dx. ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് ഈ പാർട്ടിക്കിൾ ഉള്ളതെങ്കിൽ അതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ ഇങ്ങനെയായിട്ട് മാറുന്നു നമ്മൾ ഫ്രീ പാർട്ടിക്കിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അത് 1 ആണെന്ന് നമ്മളവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഇൻ്റഗ്രലിൽ un of xൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. un of xൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് n ഓഡ് ആവുന്ന സമയത്തുള്ള വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് 2c cos nπx/L. അത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 2ൻ്റെ സ്ക്വയർ 4 വരും. സി സ്ക്വയർ എന്ന് പറയുമ്പം അത് നമ്മളതിൻ്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ മോഡ് സി സ്ക്വയർ ആയിട്ടാണ് വരിക. പിന്നെ കോസ് സ്ക്വയർ nπL/x dx. ഇവിടെ നമ്മൾ കോസ് സ്ക്വയർ തീറ്റേന സൈൻ 2θ -1/2 ആയിട്ട് മാറ്റിയിട്ട്, അതായത് കോസ് സ്ക്വയർ x സൈൻ 2x -1/2 കോസ് 2x -1/2. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് കോസ് 2x -1/2 ആയിട്ട് എടുക്കുക. 2 കോസ് സ്ക്വയർ x -1 എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കോസ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എടുത്ത് നോക്കുക. കോസ് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുന്ന സമയത്ത് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2 cos 2θ -1 വരും. എങ്ങനെയായിരുന്നു അത് വരുന്നത്? കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് cos 2θ -1/2. യെസ്, കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് cos 2θ -1/2. ആ ഒരു ഇൻ്റഗ്രേഷൻ ഞാൻ ചെയ്തിട്ടില്ല, അത് നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് നിങ്ങളതെനിക്ക് സെൻഡ് ചെയ്ത് തരണം. അതുകൊണ്ട് ഞാനത് ഈ ഒരു നോട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ നോട്ടിൽ അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ആയിട്ട് ആ ഒരു ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം cos 2θ -1/2 കൊടുക്കുക. അപ്പോൾ അതിൻ്റെ cos 2θ/2ൻ്റെ ഇൻ്റഗ്രൽ ചെയ്യേണ്ടി വരും. -1/2ൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. cos 2θനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് sin 2θ/2 വരും. അപ്പോൾ cos 2θ/2ൻ്റെത് വരുമ്പോൾ sin 2θ/4 എന്ന് വരും. -1/2ൻ്റെ ഇൻ്റഗ്രൽ ചെയ്യുന്ന സമയത്ത് 1/2 തീറ്റ അല്ലെങ്കിൽ എക്സ് ആണ്, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന സമയത്ത് 1/2 എക്സ് വരും. അപ്പോൾ നമ്മൾ അത് രണ്ടിലും എക്സിനിവിടെ cos 2x വരുന്ന സമയത്ത് cos 2x അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ തീറ്റൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മറ്റിടത്ത് നമുക്ക് എക്സ് ആണ് കിട്ടുന്നത്, കാരണം 1 ആണ്, 1 dx വരും. അപ്പോൾ നമ്മളവിടെ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് cos 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് cos 2 nπL x ആണ് വരിക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് sin nπx/L ആണ് വരിക. അവിടെ നമ്മൾ എക്സിന് L/2ഉം -L/2ഉം +L/2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലൊക്കെ ക്യാൻസലായി പോവും. പിന്നെ നമുക്ക് sin nπ ആണ് ഉണ്ടാവുക. sin nπ എന്ന് പറയുമ്പോൾ 0 ആവും. അപ്പോൾ ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് ടേം 0 ആയിട്ട് മാറും. പിന്നെ അവിടെ ഉണ്ടാവുക ഹാഫ് ഇൻ്റഗ്രൽ dx ആണ്. ഹാഫ് ഇൻ്റഗ്രൽ dxയിൽ എക്സ് കിട്ടും നമുക്ക്. എക്സിന് L/2 -L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് L/2 -L/2 വരും. അപ്പോൾ നമുക്ക് അവിടെ L വരും. അത് ഇവിടെ നമുക്കൊരു ഓൾറെഡി ഒരു 4 ഉണ്ട്. ഈ 4ഉം 2ഉം 1/2ഉം ക്യാൻസൽ ആകുമ്പോൾ അവിടെ 2 ഉണ്ടാവും. നമുക്ക് 2L ആണ് വരിക. അപ്പോൾ നമുക്ക് മോഡ് c സ്ക്വയർ ഇൻറ്റു 2L = 1 ആണ് ലാസ്റ്റ് ഇക്വേഷൻ കിട്ടുക. മോഡ് c സ്ക്വയർ ഇൻറ്റു ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് c സ്ക്വയർ ഇൻറ്റു 2L = 1 ആണ് കിട്ടുക. ഇത് 1 ആവണമെങ്കിൽ മോഡ് c സ്ക്വയർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/2L. ഇത്രയും ഇൻ്റഗ്രേഷൻ നിങ്ങൾ ചെയ്യണം. ചെയ്ത ശേഷം മാത്രമാണ് ഇത് എഴുതേണ്ടത്. മോഡ് c സ്ക്വയർ ഇൻറ്റു 2L = നമുക്ക് ആ ഒരു നോർമലൈസേഷൻ കണ്ടീഷൻ =1 ആണ്. അത് 1 ആവണമെങ്കിൽ മോഡ് c സ്ക്വയർ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/2L. അല്ലെങ്കിൽ ഇത് ഈ ഒരു 2L അപ്പുറത്തെ സൈഡ് പോയാൽ മതി.
മോഡ് സി സ്ക്വയർ ഈക്വൽ ടു 1/2L എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇതിൽ നിന്ന് നമുക്ക് സി ഈക്വൽ ടു എന്താണെന്ന് നമുക്ക് കിട്ടും. അതേപോലെ അപ്പോൾ മോഡ് സി സ്ക്വയർ ഈക്വൽ ടു 1/2L വരും. സി കാണുകയാണെങ്കിൽ മോഡ് നമ്മൾ മാറ്റി എഴുതുമ്പം ആക്ച്വലി വരേണ്ടത് 1/√2L ഇൻറ്റു e⁻i ഡെൽറ്റയാണ്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ഡെൽറ്റ 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ദെർഫോർ വി ഹാവ് സി ഈസ് ഈക്വൽ ടു 1/√2L. ഇത് നമ്മളിപ്പം എന്നിന് ഓഡ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് സി ഈക്വൽ ടു 1/√2L എന്ന് കിട്ടിയത്. ഇതുപോലെ നമ്മൾ എന്നിന് ഈവൻ നമ്പേഴ്സ് കൊടുക്കുമ്പം ഈ ഒരു ഇൻ്റഗ്രലിൽ എന്ത് വരും? -2 ഈ ഒരു -2IC sin nπx/L അതിൻ്റെ മോഡ് സ്ക്വയർ വരും. അപ്പോൾ അവിടെ 4 ഉണ്ടാകും. -IC മോഡിൻ്റെ സ്ക്വയർ ഉണ്ടാകും. ആ -IC മോഡ് സ്ക്വയർ നമ്മൾ അങ്ങനെ തന്നെ വെക്കണം, ഒന്നും ചെയ്യണ്ട. 2ൻ്റെ സ്ക്വയർ 4 ആക്കി എഴുതുക. വീണ്ടും അവിടെ സൈൻ സ്ക്വയർ തീറ്റേണ്ടത് കൺസിഡർ ചെയ്തിട്ട് കോസ് സ്ക്വയർ തീറ്റ ചെയ്തതുപോലെ സൈൻ സ്ക്വയർ തീറ്റ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും സെയിം റിലേഷൻ തന്നെ വരും. നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഇതേപോലെ ഒരു ഇക്വേഷൻ കിട്ടും. -IC സ്ക്വയർ ഈക്വൽ ടു 1/2L എന്ന് വരും. അതിൽ നിന്നും നമുക്ക് സി ഈക്വൽ ടു 1/√2L e⁻i ഡെൽറ്റയാണ്. ഡെൽറ്റ ഈക്വൽ ടു 0 ആകുമ്പം നമുക്ക് വീണ്ടും എന്തുതന്നെയാണ് കിട്ടുന്നത്? സി ഈസ് ഈക്വൽ ടു 1/√2L ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സീൻ്റെ വാല്യൂ നമ്മുടെ സൊല്യൂഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഒരു സീൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/2C ആണ്. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 1/√2L വരും. √2 ഒരു √2 ക്യാൻസൽ ആകുമ്പോൾ അത് √2/L ആയിട്ട് മാറും. അപ്പോൾ ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറും? സിക്ക് 2C എന്ന് പറയുന്നതിന് √2/L വരുക. ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2Cക്ക് √2/L ആണ്. അപ്പോൾ √2/L UN(x) is equal to √2/L cos nπx/L for odd n and √2/L sin nπx/L for even n. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഒരു പാർട്ടിക്കിൾ, ഒരു 1 ഡയമെൻഷൻ ബോക്സിൽ ഇത് ചെയ്തിട്ടുള്ള ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് എനർജീൻ്റെ ഇക്വേഷൻ നോക്കാം. എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് കെ സ്ക്വയർ ഈക്വൽ ടു നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാല്യൂന്ന് ആണ് നമുക്ക് എനർജീൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റിലെടുത്ത സംഭവം, ഫസ്റ്റിൽ നമ്മളിതാ കെ സ്ക്വയർ ഈക്വൽ ടു 2me/h² ആണ്. കെ സ്ക്വയർ ഈക്വൽ ടു 2me/h². അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? h² k²/2m എന്ന് വരും. h² k²/2m വരും. അതിൽ നമ്മൾ kക്ക് nπ/x kക്ക് എന്താ കൊടുക്കേണ്ടത്? nπ/L. nπ/L കൊടുക്കുമ്പം n² വരും, π² വരും, L² വരും. അപ്പോൾ ഇ ഈക്വൽ ടു എന്താണ്? നിങ്ങൾ എഴുതണേ, കംപ്ലീറ്റ് ഇക്വേഷൻ ഒന്നും എഴുതിയിട്ടില്ല. ഈക്വൽ ടു h² k²/2m ആണ്. കെ എന്ന് പറയുമ്പോൾ nπ/L ആണ്. അപ്പോൾ അവിടെ h² n² π² 2m L². ഇതിൽ n² പുറത്തെഴുതിയിട്ട് ബാക്കി ഒരുമിച്ച് എഴുതിയതാണിത്. π² h²/2m L² ഇൻറ്റു n². ഇതിൽ എന്നിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് എനർജി മാറും. ആ ഒരു എനർജിയുടെയും എന്നിൻ്റെ വാല്യൂ ആകുന്നതനുസരിച്ച് അതിൻ്റെ വേവ് ഫംഗ്ഷനും എനർജിയും മാറും. എനർജി ഐഗൻ വാല്യൂ, എനർജി ഐഗൻ ഫംഗ്ഷനും, അതിന് രണ്ടിൻ്റെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ എനർജി ലെവൽസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വൺ എന്നിന് 1 കൊടുക്കാം, രണ്ടാമത്തത് എന്നിന് 2 കൊടുക്കാം, മൂന്നാമത്തത് എന്നിന് 3 കൊടുക്കാം. അപ്പോൾ n² ഇൻറ്റു E1 ആയിട്ടാണ് അത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഓരോ എനർജി ലെവൽസ് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഫസ്റ്റ് U1 എന്ന് പറയുന്നതിൻ്റെ
നമ്മൾ UN(x)ൽ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണിത്. ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേവ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലാംഡ വേവ് ലെങ്ത്ത് കാണുന്ന സമയത്ത് ഇത് എന്ന് പറയുന്നതാണ് ഇപ്പം എല്ലാണ് അല്ലേ, നമ്മുടെ ബോക്സിൻ്റെ ലെങ്ത്ത് എല്ലാണ്. പക്ഷേ ഇതൊരു വേവിൻ്റെ ഹാഫേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഇതും എന്തുണ്ടാവും, എല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലാംഡ എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വേവിൻ്റെ പകുതിയെ കാണിച്ചിട്ടുള്ളൂ, അത് എല്ലാണ്. അതിൻ്റെ ബാക്കി പകുതി എത്ര തന്നെ ഉണ്ടാവും, എല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു എന്താണെന്ന് കിട്ടും. ഫസ്റ്റ് സ്റ്റേറ്റിൽ ലാംഡ ഈക്വൽ ടു 2L ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തതിൽ കംപ്ലീറ്റ് ഒരു വേവ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് സൈനക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണ്. കാരണം ഈവൻ ആവുന്ന സമയത്ത് സൈനക്സ് ആണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രാഫ് എൻ്റെ വേവ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ലാംഡ ഈക്വൽ ടു എന്താണ്, കംപ്ലീറ്റ് ഒരു ബോക്സിൻ്റെ ലെങ്ത്ത് ലാംഡ ഈക്വൽ ടു L ആണ്. ഇവിടെ λ3 ഈക്വൽ ടു നമ്മൾ ഇതാണൊരു വേവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 2L കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ലെങ്ത്ത് 2L, നമ്മളിപ്പോൾ ഇവിടം വരെ ഇതൊരു L അങ്ങനെ 2L കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എത്ര വേവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്, 3 വേവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. 1 2 3 അങ്ങനെ 3 വേവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലാംഡ 2L/3 ആണ്. അതായത് 2L-നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പാർട്ടാണ് ഒരു വേവിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അതിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ആ ഒരു വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് L/2. L/2ൻ്റെ 2L-ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ്. ലാംഡ n ഈക്വൽ ടു ലാംഡ n ഈക്വൽ ടു 2L/n ആണ്. ലാംഡ n ഈക്വൽ ടു 2L/n ആണ്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലാംഡ n ഈക്വൽ ടു 2L/n, ഫസ്റ്റ് നമ്മൾ n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് 2L കിട്ടും. പിന്നെ n-ന് 2 കൊടുക്കുമ്പം 2ഉം 2ഉം ക്യാൻസലായിട്ട് L കിട്ടും. പിന്നെ 2L/3, അടുത്തത് 2L/4 ആയിരിക്കും. നമുക്കപ്പോൾ L/2 ആയിട്ട് വരും. അപ്പോൾ ഒരു ഹാഫിൽ തന്നെ. അപ്പോൾ അടുത്ത ലെവൽ നമ്മൾ വരയ്ക്കുമ്പം ഇങ്ങനെയാണുള്ളതെങ്കിൽ, ഇതാണ് നമ്മുടെ 0 എങ്കിൽ, ഇതൊരു ബോക്സ് ആണെങ്കിൽ ഒരു വേവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ കിട്ടും, ഇങ്ങനെ പോകും. അതായത് L/2 ആയിരിക്കും ഒരു വേവിൻ്റെ ലെങ്ത്ത്. ഇവിടെ കറക്റ്റായിട്ടൊരു വേവ് ഇങ്ങനെ വരും നാലാമത്തതിൽ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയും നമ്മൾ പറഞ്ഞ് അതിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, നോട്ടിലേക്ക് വരച്ചു വെക്കുക. ഇനി ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ 4 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് ദ എനർജി ഓഫ് ആ 4 പ്രോപ്പർട്ടീസ് നിങ്ങൾ 4 ഞാനിതിൽ എഴുതിയിട്ടില്ല. അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ആ ഒരു നോട്ടിൽ ഉൾക്കൊള്ളിക്കണം. ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എനർജി ഓഫ് പാർട്ടിക്കിൾ ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഒരു എനർജി ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഒരു ഡെഫിനിറ്റ് എനർജി ഓരോ ലെവലിലും ഓരോ എനർജി ആയിട്ട് ഇങ്ങനെ ഒരു ക്വാണ്ടൈസ്ഡ് എനർജി, അതായത് ഒരു ക്വാണ്ടൈസേഷൻ, നിങ്ങൾ എനർജി ക്വാണ്ടൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് ഓരോ എനർജി, ഓരോ ലെവലിന് ഓരോ എനർജി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ആ ഒരു എനർജി നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വേവ് ഫംഗ്ഷൻ്റെ ഈ ഒരു ബൗണ്ടറീൻ്റെ പുറത്തുള്ള ഉള്ളിലുള്ള വേവ് ഫങ്ഷൻസ് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലാവുന്നത്. ഇങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് ഏതെങ്കിലും കെൻ്റെ ഒരു ഡെഫിനിറ്റ് വാല്യൂവിന് മാത്രമാണ് ഈ ഒരു ബോക്സിൻ്റെ പുറത്തും ഉള്ളിലുള്ള വേവ് ഫങ്ഷൻസ് മാച്ച് ആവുന്നത്. ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ലാംഡ, നമ്മളിതിന് നോഡ്സ് പറയുന്നുണ്ട്. നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ വാല്യൂ 0 ആവുന്ന വാല്യൂ ആണ് ഇതിന് നോഡ്സ് എന്ന് പറയുന്നത്. ആ നോഡ്സ് ഇതിന് വരുന്നത്, നോഡ്സ് എന്ന് പറയുന്നത് ആ വേവ് ഫംഗ്ഷൻ 0 ആവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0 ആവുന്ന നോഡ്സ് ഇത് എവിടെയാണ് വരുന്നത്, ശരിക്കും L എന്ന് പറഞ്ഞ ലെങ്ത്തിലാണ് വരുന്നത്. ടോട്ടൽ ഒരു L എന്ന് പറഞ്ഞ ലെങ്ത്ത് കഴിഞ്ഞ സമയത്താണ് ഫസ്റ്റ് ലെവലിൽ അതിൻ്റെ നോഡ് വരുന്നത്. വീണ്ടും അടുത്ത L കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നോഡ് വരും. ഇങ്ങനെ നമ്മൾ ഓരോ ലെവലും നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ നോഡ്സ് കണ്ടുപിടിക്കാനുള്ള ലാംഡ n എന്ന് പറയുന്നത് നമുക്കറിയാം
12/n ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 12/n ആണെന്ന് പറഞ്ഞു. അതിൽ നിന്നും കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എന്ത് കിട്ടും? 2π/λn ആണെന്ന് കിട്ടും, കെയും ലാംഡയും തമ്മിലുള്ള റിലേഷൻ. ഇനി നമുക്ക് ആ ഒരു എവിടേക്കാണ് നോഡ് വരിക എന്നുള്ള എൽ എന്ന് പറയുന്നത് λn/2ൻ്റെ അതിൻ്റെ വേവ് ലെങ്ത്ത് നോക്കിയിട്ടാണ് അതിൻ്റെ നോഡ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ലെവലിൻ്റെ നോഡ് എല്ലിലാണ് വരുന്നത്. അപ്പോൾ ആ എല്ല് രണ്ടാമത്തെ ലെവൽ നോക്കുന്ന സമയത്ത് എവിടേക്കാണ് ആ ഒരു ലെങ്ത്ത് എൽ വരിക എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ ഒരു നോഡ് വരിക എപ്പോഴും എവിടെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ n×λ ഈ ഡീബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ പകുതിനെ ആ ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് ഇതിൻ്റെ നോഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതിൻ്റെ വാൾ ഉണ്ടാവുക. ഓരോ ലെവൽസും ഇതിൻ്റെ വാൾ വരുന്നത് ആ വാളിലാണ്, ബൗണ്ടറിയിലാണ് നോഡ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ വാൾ ഉണ്ടാവുക എവിടെയായിരിക്കും? ഈ ഒരു ലെങ്ത്തിലായിരിക്കും. L=n⁴n/2 ആയിരിക്കും. അപ്പോൾ ഓരോ വേവിൻ്റെയും ഡീബ്രോഗ്ലി വേവ് ലെങ്ത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഇത് മാറുന്നുണ്ട്, എല്ല് മാറുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നമ്മളിപ്പോൾ ഒരു മിനിമം എനർജി ലെവൽ കണ്ടു E1 എന്ന് പറയുന്നത്. പക്ഷേ E1 എന്ന് പറയുന്നത് 0 അല്ല. ഇപ്പോൾ ഇതിൻ്റെ 0 പോയിൻ്റ് എനർജിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് വേണം. അത് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അൺസർട്ടനിറ്റി റിലേഷൻസ് എന്നാണ്. ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഇതിലും ഒരുപാട് ഡെറിവേഷൻസ് ആവശ്യമുണ്ട്. പക്ഷേ ഇതൊരു എസ്സി ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഡെറിവേഷൻസ് ഇപ്പം തന്നെയായി. ഇതൊരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ 2 വീഡിയോ ആയിട്ട് ഞാനിതെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടീസ് നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെയും കൂടെ ഡെറിവേഷനും കൂടെ വരുന്ന സമയത്ത് ഇത് വലുതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്യുക. നമുക്ക് മൊമെൻറ്റം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് P1², അതായത് ഫസ്റ്റ് ലെവലിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂൻ്റെ കാണുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് P1² എന്ന് പറയുന്നത് 2m E1 ആണ്. E1ൻ്റെ വാല്യൂ നമുക്കറിയാം. ആ ഒരു E1ൻ്റെ വാല്യൂ ഇതാണ് E1ൻ്റെ വാല്യൂ π²h²/2mL²×n² ആണ്. n 1 ആവുന്ന സമയത്താണ് നമുക്ക് E1 കിട്ടുക. ഇവിടെ നമ്മൾ 2m E1 കാണുന്ന സമയത്ത് ഈ 2m ക്യാൻസലാകും. പിന്നെ അവിടെ π²h²/L² ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ അൺസർട്ടനിറ്റി റിലേഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ΔP1ഉം ΔX1ഉം കാണണം. ΔP1 എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് P1² മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് P1² റൈസ് ടു 1/2 ആണ്. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് P1 എന്ന് പറയുന്നത് 0 ആണ്. അതിവിടെ കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് 0 ആവുന്നത് എന്നുള്ളത്. ആ ഒരു ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അത് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് എഴുതിയാൽ മതി? റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് P1² ആണ്. P1² നമുക്ക് ഇവിടെ ഉണ്ട്, n²h²/L² ആണ്. റൂട്ട് കാണുമ്പോൾ π²h²/L² ആണ്. റൂട്ട് കാണുമ്പോൾ πh/L എന്ന് കിട്ടും. അപ്പോൾ നമുക്കവിടെ ΔP1 =πh/L എന്ന് കിട്ടി. അതേപോലെ നമ്മൾ ΔX1 കാണാം. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് ΔX1 കാണുമ്പോൾ 0.57 × L/π എന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ അൺസർട്ടനിറ്റി റിലേഷനിൽ കൊടുക്കുന്ന സമയത്ത് ΔX1 × ΔP1 is approximately equal to 0.57/h ആണ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും, അതായത് ഒരു 0 പോയിൻ്റ് എനർജി അവിടെ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഈ ഒരു അൺസർട്ടനിറ്റി റിലേഷനിൽ നിന്ന് മനസ്സിലാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ നോക്കിയിട്ടായിരിക്കും, അതായത് ഇത് മൊമെൻറ്റും ഇതും തമ്മിൽ വരുന്ന ആ റിലേഷൻ നോക്കിയിട്ട് ഈ 0.57h അവർ നോക്കിയ സമയത്ത് ഒരു ഓൾമോസ്റ്റ് 0ലേക്കാണത് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു 0 പോയിൻ്റ് എനർജി അവിടെ എക്സിസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 എനർജി ലെവൽസ് തമ്മിലുള്ള സ്പേസിങ് എങ്ങനെയാണെന്നാണ്. ഇതിൻ്റെ n മാറുന്നതനുസരിച്ചിട്ടും L മാറുന്നതനുസരിച്ചിട്ടും n എന്ന് പറയുന്നത് ആ നമ്പർ
അത് മാറുന്നതനുസരിച്ചിട്ടും L എന്ന് പറയുമ്പോൾ ആ ബോക്സിൻ്റെ ലെങ്ത്ത് മാറുന്നതനുസരിച്ചിട്ടും ഇതിൻ്റെ എനർജീൻ്റെ സ്പേസിങ് മാറുന്നുണ്ട്. പക്ഷേ L നമ്മളിപ്പോൾ ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ L ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും അതിൻ്റെ Nനനുസരിച്ചിട്ടായിരിക്കും ആ എനർജി ലെവൽസിൻ്റെ സ്പേസിങ് മാറുക. അതായത് ഫസ്റ്റ് ലെവൽ ഇവിടെയാണെങ്കിൽ രണ്ടാമത്തെ ലെവൽ ഇങ്ങനെ. അപ്പോൾ ഈ ഒരു ഓരോ എനർജി ലെവലും തമ്മിലുള്ള സ്പേസിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. N ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എനർജി ലെവൽ ആ ഒരു സ്പേസിങ് 2n+1 എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള സ്പേസിങ് നോക്കിയാൽ മതി. Enഉം En+1ഉം അത് നമ്മൾ കാണാം. En എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട്, En എന്ന് പറഞ്ഞാൽ π² h² 2ml² n² വരും. En+1 എന്ന് പറയുമ്പോൾ n+1 ആവും. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ n² + 2n + 1 - n² വരും. അപ്പോൾ നമുക്കവിടെ 2n+1/L² വരും. അപ്പോൾ n ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ സ്പേസിങ് 2n+1 ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരിറ്റിയാണ്. പാരിറ്റി UN എക്സിന് -x ആവുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ചേഞ്ച് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. x -x ആവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ UN(x)ൽ UN(-x) കണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും n ഓഡാവുന്ന സമയത്ത് UN(-x) എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പാരിറ്റിയാണ്. അപ്പോൾ n ഓഡാവുന്ന സമയത്ത് UN(-x) UN(x) തന്നെയാണ്. പക്ഷേ n ഈവൻ ആവുന്ന സമയത്ത് ഇറ്റ് ഹാസ് നെഗറ്റീവ് പാരിറ്റി. n ഈവൻ ആവുന്ന സമയത്ത് UN(-x) -UN(x) ആണ് വരുന്നത്. -UN(x). അപ്പോൾ അവിടെ n ഓഡാവുന്ന സമയത്താണ് പോസിറ്റീവ് പാരിറ്റി ഉള്ളത്. n ഈവൻ ആവുന്ന സമയത്ത് അതിന് നെഗറ്റീവ് പാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഫ്രീ പാർട്ടിക്കിൾ 1 ഡയമെൻഷണൽ ബോക്സിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീ പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതിൻ്റെ സൊല്യൂഷനും അതിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതൊന്നും വേണ്ട. ജസ്റ്റ് എന്താണെന്നുള്ളത് ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതി വെക്കുക. വീഡിയോ 2 വീഡിയോ ആയി വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില കൺഫ്യൂഷൻസൊക്കെ ഉണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.